ഒറ്റക്കൊമ്പൻ 10 ദിവസം തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിലും വെള്ളായണി കോളേജിലും ചിത്രീകരണം. സുരേഷ് ഗോപിയെ നായകനാക്കി നവാഗതനായ മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന് തിരുവനന്തപുരത്ത് 10 ദിവസത്തെ ചിത്രീകരണം. ഡിസംബർ 29 ചിത്രീകരണം ആരംഭിക്കുക. സെൻട്രൽ ജയിലിലും വെള്ളായണി കാർഷിക കോളേജിലുമാണ് പ്രധാന ലൊക്കേഷൻ. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത്. സുരേഷ് ഗോപിയുടെ 280ാമത്തെ സിനിമയാണ്. ഷിബിൻ ഫ്രാൻസിസ് ആണ് രചന. അണ്ടർവേൾഡ്, CIA എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ്. ഈരാറ്റുപേട്ടയാണ് ചിത്രത്തിന്റെ മറ്റൊരു ലൊക്കേഷൻ. തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടിയെ നായികയെ നിശ്ചയിച്ചിരുന്നെങ്കിലും ഡേറ്റ് ക്ലാഷിനെ തുടർന്ന് ഒരു വർഷം മുമ്പ് പിന്മാറി. അനുഷ്ക തന്നെയായിരിക്കും നായിക. വമ്പൻ താരനിലയിലാണ് ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത്. കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. ആദ്യ ഷെഡ്യൂളിൽ അഭിനയിക്കുന്നതിനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. ഒറ്റക്കൊമ്പന് വേണ്ടി വളർത്തിയ താടി അടുത്തിടെ സുരേഷ് ഗോപി വടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അനുമതി ലഭിച്ചതിനാൽ സുരേഷ് ഗോപി താടി വളർത്താൻ തുടങ്ങി. പാലാ ഇടമറ്റം കുരുവിനാക്കുന്നയിൽ ജോസ് എന്ന കുറുവച്ചന്റെ ജീവിതകഥയാണ് ഒറ്റക്കൊമ്പൻ പറയുന്നത്. ഒറ്റക്കൊമ്പന്റെ അടുത്ത ഷെഡ്യൂൾ വൈകാതെ ഉണ്ടാവും. അഭിനയിക്കുന്നതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. ആദ്യ ഷെഡ്യൂളിൽ അഭിനയിക്കുന്നതിനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. ഒറ്റക്കൊമ്പന് വേണ്ടി വളർത്തിയ താടി അടുത്തിടെ സുരേഷ് ഗോപി വടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അനുമതി ലഭിച്ചതിനാൽ സുരേഷ് ഗോപി താടി വളർത്താൻ തുടങ്ങി. പാലാ ഇടമറ്റം കുരുവിനാക്കുന്നയിൽ ജോസ് എന്ന കുറുവച്ചന്റെ ജീവിതകഥയാണ് ഒറ്റക്കൊമ്പൻ പറയുന്നത്. ഒറ്റക്കൊമ്പന്റെ അടുത്ത ഷെഡ്യൂൾ വൈകാതെ ഉണ്ടാവും.